എൽ ജി അവരുടെ സ്മാർട്ട് ഫോൺ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഇപ്പം നിർത്തിയിട്ടുണ്ട്. എന്നാൽ എൽ ജി പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, എൽ ജി അൾട്രാ ടാബ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ജി അൾട്രാ ടാബ് എന്ന ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ ജി അൾട്രാ ടാബിൽ 10.35 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 2K റെസൊല്യൂഷൻ ഇതിൽ വരുന്നുണ്ട്. അതായത് റെസൊല്യൂഷൻ വരുന്നത് 2000x1200 IPS LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ഒന്നും ഇതിൽ വരുന്നില്ല. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. 5:3 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ് ഏകദേശം 26,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും തരക്കേടില്ലാത്ത ചില ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സ്റ്റൈലസ് പെന്നും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ടാബിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 458 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.1 mm ആണ്. പിന്നെ ഇതിൽ MIL STD 810Gയുടെ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൽ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലോണം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആയിരിക്കും എൽ ജി അൾട്രാ ടാബ് എന്ന ടാബ്. ഇനി പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. 26,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ ഒരു ടാബിൽ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ചൊരു പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഈ ടാബിൽ 4GB റാമാണ് വരുന്നത്. 64GB ഇൻറ്റേർണലും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. Android 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ടാബിൻ്റെ പിന്നിൽ 8 MP സെൻസറാണ് വരുന്നത്. ടാബിൻ്റെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ ടാബിൽ 7040 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടാബ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം സൗത്ത് കൊറിയയിലാണ് ഈ ഒരു ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സൗത്ത് കൊറിയയിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 26,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബിൽ അതിന് മാത്രം മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. 26,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബിൽ കൊടുക്കായിരുന്നു. എന്തായാലും എൽ ജിയുടെ അൾട്രാ ടാബ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പോഴേ ഈ ടാബ് ലോഞ്ച് ചെയ്യുള്ളൂ. ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എൽ ജി ഇപ്പം ഫോണിൻ്റെ ബിസിനസ് മതിയാക്കിയിട്ടുണ്ട്. അവർ അവരുടെ ടാബ്ലറ്റ് കൂടുതൽ മാർക്കറ്റുകളിലോട്ട് എത്തിക്കാൻ ശ്രമിച്ചോളണം എന്നൊന്നുമില്ല. എന്തായാലും എൽ ജിയുടെ അൾട്രാ ടാബ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.